LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ബോർഡാണ്. വാഷ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഡെഡാണ്. ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ പവർ സപ്ലൈ സെക്ഷനിലൊക്കെ നല്ലോണം ഡ്രൈ ഉണ്ട്. അപ്പോൾ ഈ ഡ്രൈ ഒന്ന് റീസോൾഡർ ചെയ്യണം. റീസോൾഡർ ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഡ്രൈയർ റീസോൾഡർ ചെയ്യണം മാത്രമല്ല, ഇവിടെ ഒരു കപ്പാസിറ്ററും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ബൾജ് ചെയ്തെന്ന് ടോപ്പ് പോർഷൻ. ആ കപ്പാസിറ്റർ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ PTCയും കൂടെ ഒന്ന് മാറണം. PTCയും പ്രശ്നമായിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ പവർ സപ്ലൈയുള്ള മെയിൻ കപ്പാസിറ്ററിൽ ചാർജ് നിൽപ്പുണ്ടായിരുന്നു. ആ ചാർജിനൊക്കെ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഡ്രൈ റീസോൾഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡ്രൈ റീസോൾഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡ്രൈവുള്ള സെക്ഷനിലെല്ലാം ചെയ്യണം. ഒന്നുപോലും വിട്ടുപോകല്ലേ. മെയിൻ IC ആയാലും വെർട്ടിക്കൽ സെക്ഷൻ ആയാലും പിന്നെ ഈ കണക്ടറിൻ്റെ ഭാഗത്തെല്ലാം റീസോൾഡർ ചെയ്യണം. ഓക്കെ. അപ്പോൾ അത് നല്ല നീറ്റായിട്ട് റീസോൾഡർ ചെയ്തതിനു ശേഷം ടിന്നറൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. കാലുകൾ തമ്മിൽ ഒട്ടാതെ സൂക്ഷിക്കണം. റീസോൾഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം ചെക്ക് ചെയ്ത് നോക്കണം. ലെൻസൊക്കെ വെച്ച് എവിടെയെങ്കിലും തമ്മിൽ കാലുകൾ വല്ലതും ഒട്ടിയിട്ടുണ്ടോ എന്ന്. റീസോൾഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. TV ബോർഡ് ഓൺ ചെയ്തപ്പോഴത്തേക്കും ഒരു കീ ശബ്ദം വരുന്നുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ HOUT കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഓക്കെ. HOUT കംപ്ലൈൻ്റ് ഒരു കാരണമുണ്ട്. ഈ ബോർഡിരുന്ന ആ ഒരു ട്യൂബിലെ യോക്ക് കംപ്ലൈൻ്റ് ആണ്. അതെങ്ങനെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതെടുത്തുകൊണ്ട് വന്നപ്പോഴേ ഈ TV ഓൺ ആവില്ലായിരുന്നു. പവർ സപ്ലൈ ഡെഡ് ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഈ ബോർഡ് ഇളക്കി മാറ്റി വാഷ് ചെയ്യാൻ വെച്ചിട്ട് വേറൊരു ചെക്ക് ചെയ്യണ ബോർഡുണ്ട് ഇവിടെ. ഓക്കെ. ആ ഒരു ബോർഡ് എടുത്ത് ആ ട്യൂബ് ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ HOUT അടിച്ചു പോയി. അപ്പം അങ്ങനെ മനസ്സിലായി അത് യോക്ക് പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ HOUT ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡ്രൈ ഉള്ളത് കൊണ്ടാണ് ആദ്യം ഒന്നും ഓൺ ആവാതിരുന്നത്. അപ്പോൾ ഡ്രൈ റീസോൾഡർ ചെയ്തപ്പോഴത്തേക്കും കറക്റ്റ് ഓണായി HOUT പോയി ഇതാ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ചെറിയ HOUT ആണ് കിടന്നത്, കംപ്ലൈൻ്റ് ആണ്. അത് മാറ്റി വലിയ HOUT ഇട്ടു. ഇപ്പോൾ ഇതാ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓൺ ചെയ്യുമ്പോൾ അതാ പവർ ലേഡി കത്തി ഓസിലേഷനും വന്നിട്ടുണ്ട്. ഇനി ഈ ബോർഡിന് കറക്റ്റ് ഒരു ഒറിജിനൽ ട്യൂബിലോട്ട് കണക്ട് ചെയ്യുക. അതിൽ വേറെ യോക്കൊക്കെ അതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല, കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒരു ലൈക്ക് അടിക്കാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.